ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. അട്ടപ്പാടി ആദിവാസി സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായി ഷോളയൂർ ഗ്രാമപഞ്ചായത്ത് സമിതി അംഗങ്ങൾ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് സന്ദർശിച്ചു. അട്ടപ്പാടി ആദിവാസി സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഷോളയൂർ പഞ്ചായത്ത് സമിതിയിലെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺമാരുടെ 2 ദിവസത്തെ പരിശീലന പരിപാടിക്ക് തുടക്കമായി. അട്ടപ്പാടി സ്പെഷ്യൽ പ്രോജക്ട് APO PS മനോജ്, ഫാം ലിവ്ഹുഡ് കോർഡിനേറ്റർ അഖിൽ സോമൻ, ഫാം ലിവ്ഹുഡ് കൺസൾട്ടന്റ് PS മീര, ഷോളയൂർ പഞ്ചായത്ത് സമിതി സെക്രട്ടറി പ്രജാ നാരായണൻ, കോർഡിനേറ്റർമാർ ഷൈനി, മറ്റ് പഞ്ചായത്ത് സമിതി അംഗങ്ങൾ, കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺമാരടങ്ങിയ 27 പേർ അടങ്ങിയ ടീം, പഴയന്നൂർ CDSന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സംരംഭങ്ങൾ, JLG തുടങ്ങിയവ സന്ദർശിച്ചു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെത്തിയ സംഘത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA ഹംസ, CDS ചെയർപേഴ്സൺ രശ്മി സുന്ദരൻ, വൈസ് ചെയർപേഴ്സൺ ഗീതാ നാരായണൻ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ഫീൽഡ് വിസിറ്റിംഗിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് കില RP PK പ്രകാശൻ, ലിവ്ഹുഡ് ബ്ലോക്ക് കോർഡിനേറ്റർ KV ഉമൈബ, CDS മെമ്പർമാരായ സുമംഗള, രമണി, സുനിത, CRP ദിവ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി. കരുത്തും കഴിവും ഒക്കെ നമ്മുടെ സ്ത്രീ സമൂഹത്തിൽ ഉണ്ടാകുമ്പോഴും നമുക്ക് വരുമാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് പടിപടിയായി എത്താൻ പല ശ്രമങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീ മിഷനും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവിടേക്ക് എത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു പരാജയമാണ്. അത് മാറ്റിയെടുക്കാനാണ് നമ്മൾ സ്വയം തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആവശ്യമായ ധനസഹായങ്ങളൊക്കെ സർക്കാരും ഗ്രാമപഞ്ചായത്തുകളും മറ്റു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ മുൻകൈ എടുത്ത് നിങ്ങൾക്ക് നൽകുന്നത്. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാതെ ആ പണം നമ്മൾ മറ്റാവശ്യങ്ങളേക്ക് ഉപയോഗിച്ച് മാർച്ച് മാസത്തിൽ നമ്മൾ ക്ലോസിംഗ് ഡേറ്റ് ആകുമ്പോൾ മറ്റ് അയൽപക്കത്ത് പോയാൽ ഒരു തരി സ്വർണം പോലും കിട്ടില്ല. അവരും കുടുംബശ്രീ അംഗങ്ങളാണ്, അവരും കടക്കണിയിലാണ്. അങ്ങനെ ചെയ്യും പൊട്ടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായ നടത്തിയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ കുടുംബശ്രീ മിഷൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്നത്. CC വിനോസ്, പഴയന്നൂർ.